ഹലോ ഹായ്, എല്ലാവർക്കും PSC ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എളുപ്പമുള്ള എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമായിട്ടാണ്. ഓക്കെ, ചോദ്യം ഇതാണ്: √3 + 1 × √3 - 1. എനിക്കറിയാം കുറേ പേർക്ക് ഇതിൻ്റെ ഒരു ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും, കാരണം നമ്മളത് ഓൾറെഡി പഠിച്ചു വെച്ചുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇവിടെ ഒരൊറ്റ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ആ കൺസെപ്റ്റ് ഇതാണ്: a + b × a - b എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. a + b × a - b യുടെ ആൻസർ a² - b² എന്നാണ്. ഓക്കെ, a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ചോദ്യം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കൂ, സെയിം സാധനങ്ങൾ തന്നെയല്ലേ? √3 അല്ലേ? ഇവിടെ a, ഇവിടെ a, ഇവിടെ 1, ഇവിടെ 1, ദാറ്റ് ഈസ് b അല്ലേ? അപ്പോൾ a + b × a - b ഫോമിലാണ് ഈ ചോദ്യം. സിമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? a + b × a - b യുടെ എക്സ്പാൻഷൻ എന്താണ്? a² - b² ആണ്. ഓക്കെ, ഇതിങ്ങനെ ഓരോന്നും ഗുണിച്ചിട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കാം. a + b × a - b യുടെ എക്സ്പാൻഷൻ എന്താണ്? a² - b² ആണ്. അപ്പൊ ഇവിടെ നോക്കാം, എത്രയാണ് ഇവിടുത്തെ ആൻസർ? √3 + 1 × √3 - 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം √3 സ്ക്വയർ -1 സ്ക്വയർ അല്ലേ? √3 സ്ക്വയർ എത്രയാണ്? 3 ആണ്. -1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. സോ ആൻസർ എത്രയാ? 2 ആണ് അല്ലേ? സോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ √3 ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആയിരിക്കും കേട്ടോ. √ ഏത് സംഖ്യയുടെയും സ്ക്വയർ ആ റൂട്ട് കളഞ്ഞ് എഴുതുക എന്നുള്ളത് മാത്രമേ നമ്മുടെ പണിയുള്ളൂ. അപ്പോൾ √3 സ്ക്വയർ 3 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ √3 ഒക്കെ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതിൻ്റെ ആൻസറിലും റൂട്ടൊക്കെ വെച്ചിട്ടുള്ള ആൻസർ ആയിരിക്കും വരാൻ സാധ്യത എന്നൊക്കെ വിചാരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലേ? അപ്പോൾ അത് വേണ്ട, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. a + b × a - b യുടെ എക്സ്പാൻഷൻ എന്താണ്? a² - b² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ a + b × a - b വെച്ചിട്ട് ഈ a² - b² എന്നുള്ള ആൻസർ വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ: 2.5 സ്ക്വയർ - 1.5 സ്ക്വയർ അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ഫോമിലാ? യെസ്, ഒരു സംഖ്യയുടെ സ്ക്വയർ മൈനസ് മറ്റൊരു സംഖ്യയുടെ സ്ക്വയർ എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കുക ഇത് a² - b² ഫോമിലാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ചോദ്യത്തിൽ പഠിച്ചു. എന്താ പഠിച്ചേ? a + b × a - b യുടെ എക്സ്പാൻഷൻ a² - b² ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ a² - b² എന്ന് പറയുന്നത് എന്തായിരിക്കും? a + b × a - b ആയിരിക്കും അല്ലേ? ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ 2.5 സ്ക്വയർ കണ്ട് അതിനുശേഷം 1.5 സ്ക്വയർ കണ്ട് അവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴേക്കൊക്കെ നമ്മുടെ എക്സാം ഏകദേശം ഈ പറഞ്ഞ പോലെ സമയം ഒരുപാട് പോകും അല്ലേ? അപ്പം അങ്ങനെ സമയം കളയാതെ നമുക്ക് എങ്ങനെ ഈ ചോദ്യത്തെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതാണ് കൺസെപ്റ്റ്. a² - b² = a + b × a - b. ഇത് പിന്നെയും നമുക്ക് സമയം പോകില്ല അല്ലേ? കാരണം നമുക്ക് 25 സ്ക്വയർ അറിയാം, 15 സ്ക്വയർ അറിയാം. കാണാതെ അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ സമയം അധികം പോവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ സംഖ്യകളൊക്കെയാണ്. 8.7 സ്ക്വയർ - 2.7 സ്ക്വയർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ 87 സ്ക്വയർ നമ്മൾ ആദ്യം ഗുണിച്ച് കണ്ടുപിടിക്കണം, പിന്നെ 27 സ്ക്വയർ കണ്ടുപിടിക്കണം, ദെൻ പോയിന്റുകൾ മാറ്റിയിടണം, പിന്നെ അവരെ തമ്മിൽ മൈനസ് ചെയ്യണം. ഇതിനൊക്കെ നമ്മുടെ സമയം ഇഷ്ടം പോലെ പോവും അല്ലേ? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ a² - b² എന്ന് പറഞ്ഞാൽ തിരിച്ച് a + b × a - b എഴുതാം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഒന്ന് നോക്കൂ: 2.5 സ്ക്വയർ അല്ലേ -1.5 സ്ക്വയർ എന്നുള്ള ചോദ്യത്തെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, a + b × a - b എന്ന് പറയുമ്പോൾ a എത്രയാണ് ഇവിടെ? 2.5, b എത്രയാണ്? 1.5 അല്ലേ? അപ്പൊ 2.5 + 1.5 × 2.5 - 1.5 അല്ലേ? എത്രയാണ്? 2നെയും 1നെയും കൂട്ടിയാൽ 2 1 3, അരയും കൂട്ടിയാൽ 1 അല്ലേ? അപ്പോൾ 3ഉം 1ഉം കൂടെ 4. അപ്പൊ 2.5 + 1.5 എത്രയാണ്? 4. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂട്ടാം. 2.5 + 1 എത്രയാണ്? 3.5, പിന്നെ ഒരു അരയും കൂടെ കൂട്ടാ, ദാറ്റ് ഈസ് 4 അല്ലേ? ഇൻറ്റു 2.5 ന്ന് 1.5 പോയാൽ എത്രയാ? 2.5 ന്ന് 1 പോയാൽ 1.5, 1.5 ന്ന് ഒരു അരയും കൂടെ പോയാൽ
1 അല്ലേ? അപ്പൊ 4 ഇൻറ്റു 1 എത്രയായിരിക്കും ആൻസർ? യെസ്, 4 ആയിരിക്കും ആൻസർ. കണ്ടോ, നമുക്ക് ഇവിടെ പെട്ടെന്ന് കിട്ടും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇത്രയും ചെയ്യണമെന്ന് പോലും ഇല്ല, നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2.5 പ്ലസ് 1.5 4, 2.5 മൈനസ് 1.5 1, 4 ഇൻറ്റു 1 4 ആയിരിക്കും ആൻസർ. കണ്ടില്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മാത്രമല്ല ചോദിക്കാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ 4 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 1.75 സ്ക്വയർ മൈനസ് 0.25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.75 മൈനസ് 0.25 അല്ലേ? ഇവിടെ നമ്മൾ ആ മുകളിലത്തെ സാധനം കണ്ടപ്പോൾ നമുക്ക് എവിടെ കണ്ടു മറന്ന പരിചയം അല്ലേ? ഏതാണത്? യെസ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അവിടെ എന്ന് നമുക്ക് മനസ്സിലായി. ഡിവൈഡഡ് ബൈ താഴെ എന്താ വന്നേക്കണേ? എ മൈനസ് ബി ആണ് അല്ലേ? സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ? അതേ ഡിവൈഡർ ബൈ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ മൈനസ് ബിയും ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തായിരിക്കും വരിക? എ പ്ലസ് ബി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡർ ബൈ എ മൈനസ് ബിയുടെ ആൻസർ എന്താ? എ പ്ലസ് ബി ആയിരിക്കും. തിരിച്ച് നമുക്ക് വേറൊരു കേസും കൂടെ പറയാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡർ ബൈ എ പ്ലസ് ബി എന്തായിരിക്കും? അപ്പോൾ യെസ്, എ മൈനസ് ബി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ആ ഒരു ഫോമിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി, കാരണം 1.75 0.25 0.25 അല്ലേ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബിയുടെ ആൻസർ എന്തായിരുന്നു? എ പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് ഇവിടെ എന്തൊക്കെ തമ്മിൽ കൂട്ടിയാൽ മതി? 1.75 0.25 കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 2 ആണ്. 1.25 കാലും കൂട്ടിയാൽ 2 ആണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 2 ആണ്. നോക്കൂ, ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കാരണം പോയിന്റ് ഒക്കെ വെച്ച് വന്നപ്പോഴും ഇതൊക്കെ ഗുണിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ സമയം കുറേ പോകുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾക്ക് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലും എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു ചോദ്യവും നിങ്ങളുടെ സമയം ഉപഹരിക്കാൻ വേണ്ടിയിട്ട് തരുന്ന ചോദ്യമല്ല, അത് എന്തെങ്കിലും ട്രിക്ക് വെച്ചുള്ള ചോദ്യമായിരിക്കും. അത് നിങ്ങളുടെ സമയം ഏറ്റവും കുറയ്ക്കുന്ന ചോദ്യമായിരിക്കും. അപ്പൊ ആ ട്രിക്ക് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ആണ്. അതിന്റെ ആൻസർ എ പ്ലസ് ബി ആണ്. ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.75 0.25 കൂടെ ജസ്റ്റ് കൂട്ടിയാൽ 2 ആൻസർ കിട്ടും. അത് നമുക്ക് എഴുതാതെ പോലും ചെയ്യാൻ പറ്റും. കാരണം 1.25 കാലുമാണ്. 1.25 കാലും കൂട്ടിയാൽ 2 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? സോ ഇവിടുത്തെ ആൻസർ 2 ആയിരിക്കും. കിട്ടിയില്ലേ? യെസ്. അടുത്തൊരു ചോദ്യം നോക്കാം. യെസ്, ഈ ചോദ്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ചോദ്യം എന്താണ്? 5.8 സ്ക്വയർ മൈനസ് 1.8 സ്ക്വയർ ഡിവൈഡ് ബൈ 5.8 പ്ലസ് 1.8. ഏത് ഫോമുല? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ പ്ലസ് ബി. നമുക്കറിയാം ആൻസർ എന്താ? എ മൈനസ് ബി, ദാറ്റ് ഈസ് 5.8 മൈനസ് 1.8 അല്ലേ? 5.8 ന്ന് 1.8 കുറച്ചാൽ എത്രയായിരിക്കും കിട്ടുക? യെസ്, നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 5.8 മൈനസ് 1.8 എന്ന് എഴുതി ചെയ്യാം. 8 8 പോയാൽ 0 ആണ് അല്ലെ? പോയിന്റ് ഇട്ടു, 5 1 പോയാൽ 4 ആണ്. സോ ആൻസർ ഈസ് 4. കണ്ടോ, ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. ആൻസർ 4 ആയിരിക്കും ഇവിടത്തെ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൂട്ട് ഓഫ് 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ അല്ലേ? ഒരു റൂട്ടും കൂടെ വന്നിരിക്കുന്നു, വേറെ ഒന്നുമില്ല. എന്റെ ആൻസർ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ 221 സ്ക്വയർ ഒക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഉപ്പാട് വരും അല്ലേ? 221 കൊണ്ട് ഗുണിച്ച് അല്ലേ? കുറേ സമയം നമ്മുടെ വെറുതെ പോവും. ഇത്രയുള്ള കൺസെപ്റ്റ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിരുന്നു. അപ്പൊ ഇവിടെ റൂട്ടും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് 221 പ്ലസ് 220 ഇൻറ്റു അല്ലേ? 221 മൈനസ് 220 അല്ലേ? അപ്പൊ എത്രയായിരിക്കും ആൻസർ? റൂട്ട് ഓഫ് 221 പ്ലസ് 220 യെസ് 441 എന്ന് കിട്ടും. ഇൻറ്റു 221 മൈനസ് 220 1 എന്ന് കിട്ടും. ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 4 വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 440 4 കൊണ്ട് ഗുണിക്കാനൊന്നും നിൽക്കണ്ട. സപ്പോസ് റൂട്ട് ഓഫ് 441 ഇൻറ്റു 4 ആണ് വന്നതെന്ന് ചുമ്മാ വിചാരിക്കുക കേട്ടോ, അങ്ങനെ വരണമെന്നില്ല.
അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് 441 നമുക്കറിയാം എത്രയാണ് 21ന്റെ സ്ക്വയർ ആണ് 441 അല്ലെ 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്യണേ ഓക്കെ 21 എന്ന് കിട്ടി ഇൻറ്റു റൂട്ട് ഓഫ് 4 എത്രയാ 2 ആണെന്ന് നമുക്കറിയാം 21 ഇൻറ്റു 2 എന്ന് എഴുതി വെച്ചാൽ മതി ഓക്കെ ഇവിടെ പിന്നെ ഒന്നായോണ്ട് ഏത് സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ നമുക്ക് എന്തെന്നെ കിട്ടുക ആ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 441 മാത്രം കണ്ടാൽ മതി എത്രയായിരിക്കും ആൻസർ 21 ആയിരിക്കും ആൻസർ അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി 21 എന്ന് കിട്ടും കണ്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ പരിപാടി റൂട്ട് ഓഫ് 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 21 ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ അപ്പോൾ ഒറ്റ കൺസെപ്റ്റ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ച കൺസെപ്റ്റ് എന്താ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും താങ്ക് യു വെരി മച്ച്